മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ മാവിലേക്കാരനാണ്. നേതൃമാറ്റം ഞാൻ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന കൂട്ടത്തിലല്ല ഞാനിന്നത്. അതുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഇന്ന് യോഗത്തിന് എന്നെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ യോഗത്തിന് വേണ്ടി കൂടി ഡൽഹിയിൽ വന്നതാണ്. മാത്രമല്ല, എനിക്ക് 12-ാം തീയതിയിലെ പാർലമെൻറ്റ് മാർച്ചിൻ്റെ കാര്യങ്ങൾക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. അതിനുള്ള പോലീസ് അനുമതി ഉൾപ്പെടെ വാങ്ങാനുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഞാൻ ഡൽഹിയിൽ വന്നത്. അങ്ങനെ നമ്മൾ പാർട്ടിക്കകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ പറയുന്നത് ഞാൻ പണ്ടും ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് സോറി. അല്ല, സ്വാഭാവികമായും നമ്മൾ കേരളത്തിലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങൾ, പാർട്ടി കാര്യങ്ങളായാലും ശരി, പൊതുകാര്യങ്ങളായാലും പിന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാറ് ഒരു സ്വാഭാവികമാണ്. അതിനൊരു അസ്വാഭാവികതയില്ല. കേരളത്തിൽ ബൂത്തിരിക്കാനുള്ള ആളില്ല, തൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് തരൂർ പറഞ്ഞത്. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് കൂടി ആകുമ്പോൾ ഇതൊരു നിലവിലെ സംഘടനയുടെ ഒരു പരാജയമല്ലേ? കേരളത്തിലെ ബൂത്തിൽ കോൺഗ്രസ് ഇരിക്കാൻ ആളുണ്ട്. ഞാൻ 15 വർഷം MLA-യും 5 വർഷം MP ആയിരുന്ന ആളാണ്. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ആളാണ്. കേരളത്തിലെ ബൂത്തുകളിൽ കോൺഗ്രസ്സിന് ഇരിക്കാൻ ആളുണ്ട്, പാർട്ടി പ്രവർത്തകന്മാരുണ്ട്. സജ്ജമാണ് കേരളത്തിലെ കോൺഗ്രസ്. പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ വേണ്ടി ഞങ്ങൾ വിഷൻ 2025-ൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. വളരെ സജീവമാണ് കോൺഗ്രസിൻ്റെ നില.